എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിത്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻട്രി ലെവലായിട്ടുള്ള മോഡലാണ് C3 എന്ന് പറയുന്നത്. അപ്പോൾ സിത്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏകദേശം 4 വർഷമായിട്ടാണ് ആയിരിക്കുന്നത്. പക്ഷേ വേൾഡിൽ അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള വാഹന നിർമ്മാണ ബ്രാൻഡുകളിലൊന്നാണ്. ഏകദേശം 105 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്. അപ്പം സിത്രോൺ പക്ഷേ നമ്മൾ ഈ പറയുന്ന അളവിലുള്ള വാഹനങ്ങൾ റോഡിൽ നമ്മൾ കാണാറില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സിത്രോണിൻ്റെ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ പൊതുവേ ഇത് വാങ്ങിക്കാൻ മടിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് റോഡിൽ കുറവുള്ളതെന്നുള്ളതിൻ്റെ എൻ്റെ മനസ്സിലുള്ള ചില കോൺസെപ്റ്റുകൾ പറയാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ ബ്രാൻഡായിട്ട് വന്നതുകൊണ്ട് നമ്മൾ ഓടിത്തെളിഞ്ഞ കുറഞ്ഞ ബ്രാൻഡുകൾ വാങ്ങിക്കാനായിരിക്കും പൊതുവെ ആൾക്കാർക്ക് ആഗ്രഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ഒരു കാരണമായിരിക്കാം. പിന്നെ ഇത് പല ബ്രാൻഡുകൾ ഇന്ത്യ വിട്ട് പോകുന്നതുകൊണ്ട് സിത്രോൺ ഇന്ത്യ വിട്ട് പോകുമോ എന്ന് ഭയന്നിട്ട് മാറി നിൽക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ ശരിക്കും ഇവർക്ക് 2 പ്ലാന്റുകളുണ്ട്. അപ്പം പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ തിരുവള്ളൂരും ഹൊസൂരും 2 പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റുകളാണ്. അത് കൂടാതെ ഹൊസൂരിലെ പ്ലാന്റിൽ ഇവർ ഗിയർ ബോക്സും എഞ്ചിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർമ്മിക്കുകയും അത് കയറ്റി അയക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇന്ത്യ ഒന്ന് വിട്ടു പോകത്തില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാഹനങ്ങളിനകത്ത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന കാറുകൾക്കകത്തുള്ള ഭയങ്കര ഫാൻസി ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബേസിക്കലി മോഡലിൽ അങ്ങനെ ഉള്ളൊരു വാഹനങ്ങളാണ്. ഈ പറയുന്ന പോലെ ഒരുപാട് ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് പാടുപെടുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ സെയിൽസ് കുറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഈ പറയുന്ന എൻട്രി ലെവൽ വാഹനങ്ങളിനകത്ത് ഈ പറയുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇല്ലാത്ത ഒരു വലിയ ന്യൂനതയായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു. ഈ വാഹനത്തിനകത്തേക്ക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള സിത്രോൺ C3യുടെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഷൈൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ആ ഷൈനിനകത്താണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്നത്. ഇത് കൂടാതെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞ് സംസാരിക്കാം. ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രൈസ് ഔദ്യോഗികമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും 12.5 ലക്ഷം രൂപയ്ക്ക് ഇത് ഓൺ റോഡിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് വരുന്ന പറഞ്ഞാൽ കൈഗറുണ്ട്, അതുപോലെ ഈ പറയുന്ന പോലെ പഞ്ചുണ്ട്, അതുപോലെ നമുക്ക് വെന്യൂവിനെ നമുക്ക് എടുക്കാം, ഫ്രോൺസ് എടുക്കാം. അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെ വാഹനങ്ങൾ ഇതിന് കോമ്പറ്റീറ്റർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വില വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ എല്ലാ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് സിട്രോണിൻ്റെ C3 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് 4 മീറ്ററിലാണ് വരുന്നത്. 3891 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സബ് കോമ്പാക്റ്റ് ആയിട്ട് വരുന്ന ഒരു SUV ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുവാണെങ്കിൽ 150 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വാഹനമാണ്. പിന്നെ സിത്രോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കുകളാണ്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഷിവറോൺസ് ആണ്. അത് ഗിയർ ലിവേഴ്സിനകത്ത് വരുന്ന അതേ സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ ഹൈ റൈസ്ഡ് ആയിട്ട് വരുന്ന ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പുതിയ C3യിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്, നേരത്തെ ഹാലജൻ ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് വരുന്നത് മറ്റേ പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ LED വിഷനാണ് വരുന്നത്. അതുപോലെ ഡ്യുവൽ ആയിട്ട് വരുന്ന DRLസും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു V ഷേപ്പിൽ വരുന്ന DRLസും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സിൽവർ കളറിലാണ് ഇതിൻ്റെ ഒരു ഷിവറോൺസ് കണ്ടത്. ഇത് മൊത്തം ഒരു ലോഗോ ആയിട്ടാണ്. ഇതാണ് ലോഗോ വരുന്നത്. പക്ഷേ അതൊരു ഫ്രണ്ട് ഭാഗം കവർ ചെയ്തുകൊണ്ടാണ് ലോഗോസ് പൊതുവെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഈ പറയുന്ന പോലെ എയർ ഡാമും അതുപോലെ ബമ്പർ സൈഡും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് നമുക്ക് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് 4 കളേഴ്സിലാണ് ഈ വാഹനം നമുക്ക് കിട്ടുന്നത്. 2 ഡ്യുവൽ ടോൺ കളേഴ്സ് കിട്ടും. ഇതുകൂടാതെ കുറേ കസ്റ്റമൈസേഷൻ ആയിട്ട് വരുന്ന പാക്കുകളുണ്ട്. അതായത് ഈ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് 4 കളേഴ്സിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാതെ പല ഓപ്ഷൻസ് നമുക്ക് വാഹനത്തിനകത്ത് ഏകദേശം 40ഓളം ഓപ്ഷൻസ് നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിനി സൈഡിലേക്ക് നോക്കാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു വീലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 15 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന വീൽസാണ് വരുന്നത്. 8 സ്പോക്ക് ഒക്ട ആയിട്ട് വരുന്ന, അതായത് ഒക്ട ഡയമണ്ട് കട്ട് അലോ വീൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പോക്കുകളും കാര്യം നമുക്ക് കാണാം. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്സും ഉണ്ട്. അതുപോലെ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്ങും ഒക്കെയാണ് സസ്പെൻഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ സിട്രോണിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന ബാഡ്ജിങ് ആണ്. സിൽവറിലാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറേഴ്സിലേക്ക് വരുമ്പോൾ ഓട്ടോ ഫോൾഡബിൾ ആയിട്ട് വരുന്ന മിറേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വാഹനത്തിനകത്തുള്ള പോലെ ഫ്രണ്ടിൽ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പം ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഏറ്റവും പുതുതായിട്ട് വന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൈഡ് ബോഡിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ A പില്ലേഴ്സും B പില്ലറും ഒക്കെ നമ്മുടെ കാണാം. ഇതുപോലെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു റൂഫ് റെയിൽ നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഏറ്റവും മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻറ്റിന
വാഹനത്തിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്നാലും ഈ പറയുന്ന ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ നോർമലായിട്ടുള്ള ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ പറയുന്ന പോലെ നമുക്കിവിടെ താക്കോലിട്ട് തന്നെ നമുക്ക് തിരിക്കാം. അപ്പം ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും ഈ സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് താക്കോൽ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഈ ടൊയോട്ട പോലുള്ള ബ്രാൻഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം വരുന്ന വാഹനങ്ങളിനകത്താണ് കുറേ ഫീച്ചേഴ്സ് വരുന്നത്. നേരത്തെ ആണെങ്കിൽ ഫീച്ചേഴ്സ് ഭയങ്കര കുറവായിരിക്കും, പക്ഷേ ഭയങ്കര റിലയബിൾ ആയിരിക്കും. ഇപ്പോൾ സിത്രോണിൻ്റെ കേസിലും ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇവർ ഇറക്കുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു പാറ്റേൺ ഡിസൈൻസ് ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് വേറെ വലിയ വ്യത്യാസങ്ങളും ബാക്ക് സൈഡിൽ വരുത്തിയിട്ടില്ല. ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 3D ഷേപ്പിൽ വരുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡീഫോഗറുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ലോഗോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സിട്രോണുള്ള റൈറ്റിംഗ് ആണ്, ഒരു പ്രത്യേക രീതിയിലുള്ള റൈറ്റിംഗ് ആണ്, 2 കുത്തൊക്കെ ഇതിന് മുകളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് C3 എന്ന് പറഞ്ഞ വേരിയൻ്റ് അവിടെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ പ്യോർടെക് എഞ്ചിനാണ്. അപ്പോൾ ആ എഞ്ചിൻ്റെ നമുക്ക് ആ ബേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാം. ബൂട്ട് സ്പേസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 315 ലിറ്റർ ആണ്. അത്യാവശ്യം ഡീപ്പർ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. പക്ഷേ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇച്ചിരി പൊക്കി എടുത്ത് വേണം നമ്മൾ സാധനങ്ങൾ വെക്കേണ്ടത്. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാഴ്സൽ ട്രെയിൻ നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വശത്തേക്ക് വരുമ്പോഴാണ് ഫ്യൂൽ ലിഡ് വരുന്നത്. ഏകദേശം 36 ലിറ്ററോളം വരുന്ന ഫ്യൂൽ ലിഡാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇതൊരു ഡ്യുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്. കാരണം വൈറ്റും അതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിലും ഗ്രേ ഫിനിഷിലാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വാഹനമാണ്. നമുക്കിനി അകത്തേക്ക് പോകുന്ന സമയത്തും കുറച്ച് വ്യത്യാസങ്ങൾ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഡോർ പാനലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് തന്നെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ബാക്കിലെ രണ്ട് സ്വിച്ച്, ബാക്കിലെ വിൻഡോസ് ഓപ്പൺ ആക്കുന്ന സ്വിച്ചസ് എന്ന് പറയുന്നത് നേരത്തെ ഗിയർ ലിവറിൻ്റെ താഴെ വരുന്ന പോർഷനിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഡോറിലേക്ക് കൊണ്ടുവന്നു കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. 4 സ്പീക്കറുകൾ വാഹനത്തിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് AC-യുടെ വെന്റുകളും കാര്യങ്ങളും കാണാം. ഇതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള വരുന്ന മിറേഴ്സിൻ്റെ കൺട്രോളുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അങ്ങനെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്വിച്ച് നമുക്കിവിടെ കാണാം. വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള കൺട്രോളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ താക്കോൽ ഇടുക തന്നെ വേണം. ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് താക്കോൽ ഇട്ട് തന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഫാബ്രിക് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. നല്ല സപ്പോർട്ട്സ് പ്രത്യേകിച്ച് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്. നമുക്ക് നല്ല തൈ സപ്പോർട്ട് കിട്ടുന്ന സീറ്റുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. അതുപോലെ ഈ ബോൾസ്റ്റേഴ്സ് നോക്കിയാലും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു ഫോൾഡിലാണ്. കാരണം ഒരു സ്പോർട്സ് കാറിൻ്റെ മാതൃകയിലുള്ള സീറ്റുകളാണ്. ഇവർ സ്പോർട്സിലെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ടീംസാണ്. ഈ പറയുന്ന WRC റേസിലൊക്കെ 11 പ്രാവശ്യം ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സിത്രോൺ എന്ന് പറയുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. പുതിയ C3യിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമ്മൾ ഇങ്ങോട്ട് ക്ലസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ സുഖകരമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേ ഭയങ്കര നോർമൽ ഡിസ്പ്ലേ ആയിരുന്നു. കാരണം ഈ ഒരു വാഹനത്തിനകത്ത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വണ്ടികളിലും സൂപ്പർ ഡിസ്പ്ലേസ് വരുന്ന സമയത്ത് ഇതിനകത്തൊരു വാച്ചിനകത്തുള്ള ടൈപ്പുള്ള ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രേൻ്റെയും ബ്ലാക്കിൻ്റെയും ടോണാന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് ഏകദേശം നീതി പുലർത്തുന്ന തരത്തിലുള്ള ഡിസ്പ്ലേയുടെ കളേഴ്സൊക്കെയാണ് കണ്ടത്. ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. TPMS ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്ററായിട്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വന്ന സമയത്ത് ലെതർ റാപ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഡീകട്ടാണ് വരുന്നത്. നേരത്തെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി 2 സൈഡിലും കൺട്രോൾസ് ഒക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും സൂപ്പർ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് 4 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഒരു 10.25 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. മിറർലെസ്ലി നമുക്ക് ഇങ്ങോട്ട് ടെതർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ ട്വിൻറ്റിലൊക്കെ ഉള്ള ഒരു ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. AC-യുടെ കാര്യം പറയുമ്പോൾ കുറച്ച് പ്രത്യേകതയുള്ള ഒരു AC ആണ്. നേരത്തെ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC അല്ലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാ വാഹനങ്ങളുടെ ഒരു താഴത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ 17 ഡിഗ്രി ഒക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ ഈ വാഹനത്തിനകത്ത് നമുക്ക് ഏകദേശം ഇത് കണ്ടോ 14 ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു തണുപ്പ് ക്രമീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സൂപ്പർ കൂളായിട്ട് വണ്ടി നല്ല രീതിയിൽ തണുക്കുകയും ചെയ്യും. 14 ഡിഗ്രിയോളം നമുക്ക് വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും പറ്റും. അപ്പോൾ അത് നോർമലി സാധാരണ ഒരു വണ്ടിയിലും അങ്ങനെ പൊതുവെ കാണുന്നൊരു കാര്യമല്ല. വേറെ ഏതെങ്കിലും വണ്ടിയിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിലുള്ള മാറ്റങ്ങൾ പറയുന്നത്. പിന്നെ AC വെൻറ്റുകൾക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാണ്ട് 12 വോൾട്ടിൻ്റെ ഒരു USB ചാർജറും ഒരു USB ചാർജറിൻ്റെ 12 വോൾട്ട് ചാർജറും ഉണ്ട്. വയർലെസ് ചാർജർ ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ, അതായത് ടോപ്പ് എൻഡ് ആണ്, അതിലും കൊടുത്തിട്ടില്ല. അതൊരു ന്യൂനതയാണ്. ഒരു വയർലെസ് ചാർജറും കൂടെ വേണമെങ്കിൽ ഇവർക്ക് ആഡ് ചെയ്യാമായിരുന്നു.
ഇനി വാഹനത്തിൻ്റെ ഗിയർ ബോക്സിലേക്ക് വരുവാണെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗിയർ ലീവർ നമുക്ക് കാണാം, സ്പോർട്ടി ആയിട്ട് വരുന്ന ഒരു ഗിയർ ലീവറാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനുവലി ആണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാണ്ട് നമുക്ക് പറ്റും. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. ഇതൊരു 1.2 ലിറ്റർ ടർബോ ചാർജിലായിട്ട് വരുന്ന എഞ്ചിനാണ്. അതുപോലെ തന്നെ 110 PS 205 Nm ടോർക്കും ഈ വാഹനം ഡെലിവറി ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നല്ല പ്ലഷർ ആയിരിക്കും. കാരണം ലോ എൻഡ് ഗിയേഴ്സിലും നമുക്ക് ഹൈ എൻഡ് ടോർക്ക് കിട്ടുന്നൊരു വാഹനമായിരിക്കും ഈ ഒരു സിട്രോണിൻ്റെ C3 എന്ന് പറയുന്നത്. സീറ്റ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല തൈ സപ്പോർട്ട്സ് ഉണ്ട്, അതുപോലെ നല്ല ഈ ബോൾസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖകരമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ട് സീറ്റ്സ് ആണ്. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഗ്ലാസ്സിലേക്ക് ഇവിടെ മിററിലേക്ക് വരുന്ന സമയത്ത് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡേ ലൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റത്തില്ല, നമ്മൾ മാനുവലി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റൂഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ഒരു മൂൺ ലൈറ്റ് കളേഴ്സിലൊക്കെയാണ് LED ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വാനിറ്റി മിറേഴ്സും, ഈ വശത്ത് വാനിറ്റി മിറർ നമുക്കാണ്, സൺവൈസറാണ്. ഈ വശത്തേക്ക് വരുമ്പോൾ അത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഞാൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂളായിട്ട് ഒരു 6 അടി വരെ ഉള്ളവർക്ക് നല്ല കൂളായിട്ട് ഇരിക്കാൻ പറ്റും. ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സീറ്റ് പൊസിഷൻസ് ആണ് വാഹനത്തിന് വരുന്നത്. ബോണറ്റ് നല്ല പൊങ്ങി ഉയർന്നു തന്നെ ഇരിക്കും, നമുക്ക് അതിൻ്റെ എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്ത് പറയാനുള്ളത്. നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ലെഗ് സ്പേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് 4 മീറ്റർ വാഹനമാണ് എങ്കിൽ പോലും ലൈക്ക് 3891 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത്, ഓവറോൾ ലെങ്ത് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാം, ക്ലിയർലി വിസിബിൾ ആണ് കേട്ടോ. ഇത്രയും സ്പേസ് നമുക്കുണ്ട്. ഹെഡ് റൂമും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമും ഉണ്ട്. സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം മോശമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സീറ്റുകൾക്ക് കുറച്ച് തൈ സപ്പോർട്ട്സ് കൂടുതലാണ്. കാരണം ഇവിടെ ഇച്ചിരി കുറവാണെങ്കിലും ഈ രണ്ട് സീറ്റ്സ് 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ബാക്കിലിരിക്കാം, 3 പേർക്ക് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ സാധാരണ വണ്ടികളിൽ കാണുന്ന പോലെ ഒരു ആംറസ്റ്റ് ഒന്നും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് റിയർ AC-യുടെ ഒരു വെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനും ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസസും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ISOFIX ചൈൽഡ് സീറ്റിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു പറഞ്ഞ ഫീച്ചേഴ്സ് 12.5 ലക്ഷം രൂപയ്ക്ക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വന്ന് 1.2 ലിറ്ററിൻ്റെ എഞ്ചിൻ വരുന്ന ഒരു കിടിലൻ വാഹനമാണ്. നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വാഹനത്തെ ചലിപ്പിക്കുന്ന എഞ്ചിനിലേക്ക് നമുക്ക് വരാം. ഇതിനകത്ത് നമുക്കൊരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1.2 ലിറ്ററിൻ്റെ ടർബോ ചാർജിലായിട്ട് വരുന്ന എഞ്ചിനാണ് വരുന്നത്. പ്യൂർടെക് 110 എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. സിട്രോണിൻ്റെ വളരെ പേരുകേട്ടൊരു എഞ്ചിനാണ്. അപ്പോൾ നമുക്കൊരു ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഒരു എഞ്ചിൻ ബേ, ഇതിൻ്റെ ഒരു സാധാരണ എല്ലാ വണ്ടികൾക്കും റൈറ്റ് സൈഡിലാണ് ഈ സംഭവം, ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു കമ്പൊക്കെ അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 110 PS ആണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 205 Nm ടോർക്ക് വാഹനം ഡെലിവറി ചെയ്യുന്നുണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഗിയറിൽ തന്നെ നമുക്ക് വളരെ ഫാസ്റ്ററായിട്ട് വാഹനം നമുക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. കാരണം അത്രയും നല്ലൊരു ടോർക്ക് ഫിഗറാണ്. 200+ എന്നൊക്കെ പറയുന്ന ഡീസൻറ്റ് ടോർക്ക് ഫിഗറാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് വരുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. പിന്നെ ഈ സിട്രോണിൻ്റെ ഒരു വാറണ്ടി ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വാറണ്ടി എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് 1,40,000 കിലോമീറ്റർ 5 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. 10,000-നാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. സർവീസൊക്കെ ആണെങ്കിൽ ഒരുപാട് കൂടുതലൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു 12 ലക്ഷം രൂപ ബ്രാക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മികച്ച ടോർക്ക് കൺവേർട്ടർ ഉള്ള ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് സിട്രോണിൻ്റെ C3 എന്ന് പറയുന്നത്. എന്താണല്ലോ ഇവർ ഇന്ത്യ വിട്ട് പോകില്ല, ധൈര്യമായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാണ്ട് നമുക്ക് സാധിക്കും. ഈ വാഹനം നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള സിട്രോണിൻ്റെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ലൈമേസൺ സിട്രോൺ നമ്മുടെ ഹൈവേയിലാണ് വരുന്നത്, ബൈപ്പാസിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈസ് ഇതുപോലെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ പ്രൈസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 12.5-നും 13-നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ ആ പ്രൈസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാർ ഈ ഒരു വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ സിട്രോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വേണം എഴുതാം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബൈ ഷോ.